ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ ചെറിയ സോയാബീൻ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് ഇഞ്ചി കൊത്തിപ്പൊടിച്ചരിഞ്ഞതും, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയിട്ടത്, ഇത്രയും കാര്യങ്ങളാണ്. എണ്ണയൊഴിച്ചു, കടുകിട്ട് പൊട്ടി, ശകലം തേങ്ങാക്കൊത്തൂടെ ഞാൻ ഇതിനകത്തോട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ശകലം ഉപ്പൂടെ ഇടുമ്പം പെട്ടെന്ന് വെള്ളമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. സവാള എളുപ്പം വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ ശകലം ഉപ്പ് ചേർത്താൽ മതിയാവും. അപ്പോൾ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എണ്ണ എല്ലായിടും ആയിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്നും കൂടെ ഒന്ന് ബ്രൗൺ നിറമാകണം. അപ്പോൾ നമുക്ക് ഇനി വഴണ്ട് വരുമ്പോൾ ശകലം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടിയോളം ഇടണം. 1/2 സ്പൂൺ മുളക് പൊടി, എരിയുള്ള മുളക് പൊടി. ഇപ്പം ഞാൻ കുരുമുളക് കൂടുതലായിട്ട് ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവ് ഇത് ചെയ്താണ് ഇടുന്നത്. എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ഈ സോയയുടെ ഫ്രൈഡ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും ഓഫീസിലേക്കൊക്കെ എളുപ്പം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഇത് നോക്കിക്ക്, 1/4 സ്പൂൺ മുളക് പൊടി ഞാൻ ചിരട്ട മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ. അതിലോട്ടൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയും. അതായത് ഈ സോയ്ക്ക് വേണ്ട നമുക്കൊരു കണക്കൂട്ടിലുണ്ടല്ലോ. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 സ്പൂൺ മതി, ടീസ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നല്ലതായിട്ട് ചേർത്ത എണ്ണയ്ക്കകത്തൊന്ന് വഴണ്ട് മസാലയുടെ പച്ചമണം എല്ലാം മാറുമ്പോൾ നമുക്ക് സോയ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് തോർത്തിയെടുത്താൽ നമ്മുടെ സോയ പുരട്ടിയത് റെഡിയായി. ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർക്കണം. ഇത് നോക്ക്, നല്ലതായിട്ട് വന്നിട്ടുണ്ട് സോയ. ഇനി നമുക്ക് ചോറും കൂടെ വിളമ്പാം. ഫസ്റ്റ് സോയ വിളമ്പി, ചോറ് വിളമ്പിയതിന് ശേഷം സോയ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് സാമ്പാറാണ്, സ്പെഷ്യൽ സാമ്പാറും കൂടെ ഉണ്ട്. ചവച്ചൊക്കെ ഇട്ട് സ്പെഷ്യൽ സാമ്പാറാണ് ഇന്നത്തത്. അടിപൊളി സാമ്പാറാണ്.